യോജിപ്പുകൾ പ്രകടിപ്പിക്കുന്ന പലപ്പോഴും പാർട്ടിക്കകത്ത് പറയേണ്ടത് പാർട്ടിക്കകത്ത് പറയും. അതല്ലേ ശരി. പബ്ലിക്കിൽ അങ്ങനെ ഞാൻ പറയാറില്ല. ഏത് എൻ്റെ സഹപ്രവർത്തകരെ പറ്റി അത് ഞങ്ങൾക്ക് സംവിധാനം ഉണ്ടോ അവിടെ പറയും. പക്ഷേ ഒരു ഘട്ടത്തിൽ മൂന്നാർ ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് വി എസിനെതിരായിട്ടൊക്കെ വി എസ് എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ ഒന്നും എനിക്കൊന്നുമില്ല. എന്ത് അങ്ങനെ ഞങ്ങളുടെ പാർട്ടിയുടെ പ്രവർത്തന നേതാവല്ലേ, അങ്ങനെയുള്ള ആദരവുണ്ട്, ഇപ്പോഴും ഉണ്ട്, അപ്പോഴും ഉണ്ട്. കേൾക്കുന്ന നിങ്ങൾ ഈ പത്രക്കാരന് വേണ്ടി എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഞാൻ തെറിയായി ഇപ്പോൾ പറയുന്നത്. ഞാനത് പറയുന്നില്ല ഇതായതുകൊണ്ട്. നിങ്ങൾ ഈ പൊക്കി കാണിക്കുന്നത് വലിയ കാര്യമുണ്ടോ? എന്ത് വി എസിനോട് വിയോജിപ്പുള്ളി ഏതെങ്കിലും അവിടുത്തെ പുള്ളി ചെയ്ത ചില കാര്യങ്ങളോട് ആ പുള്ളിയല്ല ചെയ്തത്, പുള്ളിയെ മുന്നേ നിർത്തി കുറേ ഉദ്യോഗസ്ഥന്മാർ ചെയ്ത ചില കാര്യങ്ങളോടാണ് വിയോജിപ്പ്. പക്ഷെ അന്ന് പേരെടുത്ത് വിമർശിച്ചിരുന്നു. അത് വിമർശിക്കുമല്ലോ, അതൊക്കെ ശരി തന്നെയാണെന്നാ എൻ്റെ ഇപ്പോഴും ചിന്തയാതെ, അന്നും ചിന്തയാതെ, ഇപ്പോഴും അത്. മറ്റൊരു വീഴ്ചയായിട്ട് കരുതുന്നത് ഈ 1, 2, 3 പ്രസംഗം എന്ന് പറയുന്നത് അതൊക്കെ തന്നെ 1, 2, 3 ചുമ്മാ സന്ദർഭവശാലൊരു പദപ്രയോഗം അത് നിങ്ങളല്ലേ പോക്കിക്കൊണ്ടുവരുന്നത്. എനിക്ക് തന്നെ ആവുള്ളൂ, എനിക്കൊന്നുമില്ല. പക്ഷേ അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോഴും യൂട്യൂബിലുണ്ട്. അത് ഇടുന്നു, ഇട്ട് സുഖിച്ചോ. നിങ്ങൾക്ക് സുഖം കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് സന്തോഷം. അസുഖകരമായ കാര്യമായിരുന്നു. എനിക്ക് സുഖമൊന്നുമില്ല സാർ, അതൊരു അസുഖകരമായ പ്രസംഗമായിരുന്നു. ഞാൻ റെഡി ശരിയായ കാര്യമാണ് പറഞ്ഞതൊക്കെ ശരി തന്നെ. അത് ചന്ദ്രശേഖരൻ പദവും അത് തുടർന്ന് വലിയ വിവാദം വന്നപ്പം പാർട്ടി നടത്തിയ ക്യാമ്പയിൻ്റെ ഭാഗമായി ഞാൻ നടത്തിയ പ്രസംഗമാണ്. അതിലൊന്നും എനിക്കൊരു ഞാനൊന്നും ബോധ്യപ്പെടുന്നുമില്ല, തിരുത്തൊന്നുമില്ല. അതേപോലെ തന്നെയാണ് ഈ ചന്ദ്രശേഖരൻ വധവുമായിട്ട് ബന്ധപ്പെട്ട് നിയമസഭയ്ക്ക് ഉള്ളിൽ പറയുന്ന ഞാൻ വേറെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. മഹതി എന്ന് വിളിക്കുമ്പോൾ മഹതി എന്ന് പറഞ്ഞാൽ നല്ല പറയുകയല്ലേ, കളിയാക്കലിന്റെ സ്വരം ഉണ്ടായിരുന്നു. അല്ലല്ല, അത് നിങ്ങൾക്ക് തോന്നുന്നത് ഈ പത്രക്കാരെന്ന് പറയുന്ന മതി ഇങ്ങനെ ഇരുന്ന് എവിടെ എന്തെങ്കിലും വേല വെക്കാമെന്ന് നോക്കുന്ന വർഗമാണ്. അത് നിങ്ങളുടെ ഒരു സ്വഭാവം. എനിക്കങ്ങനെയൊന്നുമില്ല. എനിക്ക് അവരോട് ഇപ്പോഴും ഞാൻ സംസാരിക്കും. പാർട്ടിയിൽ ഇതേ അഭിപ്രായം തന്നെയാണോ സാർ ഉണ്ടായിരുന്നത്? ഈ പ്രസംഗങ്ങളെ സംബന്ധിച്ച് പാർട്ടിയിൽ അതേ അഭിപ്രായം തന്നെയാണ്. പാർട്ടിയിൽ പാർട്ടിക്ക് എന്തെല്ലാം തോന്നിയെന്നോ ഇപ്പോൾ നിങ്ങളോട് പറയേണ്ട കാര്യം എനിക്കെന്തോ അതിൻ്റെ കാര്യം പൊതുധാരണയെ പറ്റിയിട്ട് അത് കാര്യമില്ല. ഞാൻ എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ പാർട്ടി എന്നത് തെറ്റാണെന്ന് പറയും. അത് സ്വാഭാവികമായി ആരോടും പറയും പാർട്ടി തെറ്റ് കാണിച്ചാൽ. അതിന് അതീതരായി ഇന്ത്യയിലെ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരും ഇല്ല. പിന്നെ ഞാനൊക്കെ 7ാം കൊല്ലം പാവം അല്ല സാർ, ആരെ പറ്റിയും പറയും, വിമർശിച്ചിട്ടുണ്ട്, സ്വയം വിമർശനം നടത്തിയിട്ടുണ്ട്. പെശക് വന്നാൽ ചൂണ്ടിക്കാണിക്കും, തിരുത്തേണ്ടി വരും. അത് പാർട്ടി അങ്ങനെ ഒരു കൂട്ടായ്മയാണ്. സ്വയം വിമർശനം നടത്തി എന്ന് പറഞ്ഞില്ലേ, അടുത്ത കാലത്ത് നടന്ന ഏതെങ്കിലും സംഭവത്തിൽ ഇങ്ങനെ പുറകോട്ട് പോകണമെന്ന് തോന്നിയ ഒരു എനിക്ക് തോന്നിയിട്ടില്ല. ഇല്ല. അപ്പോൾ ഏത് കാര്യത്തിലാണ് സ്വയം വിമർശനം നടത്തിയെന്ന്? ഇല്ല, അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഞാൻ നടത്തിയ പ്രസംഗം, അതേ തുടർന്ന് വന്ന കേസ് പ്രസംഗം, ഇതൊന്നും എന്നെ പിന്നെ ചിന്തിപ്പിച്ചിട്ടൊന്നുമില്ല. ഞാൻ അന്ന് പറഞ്ഞതിലൊക്കെ ഇപ്പോഴും നിൽക്കുന്നു, നാളെ അങ്ങനെ തന്നെ നിൽക്കും. പക്ഷേ ഈ സ്ത്രീ വിരുദ്ധതയുടെ കാര്യം ഞാൻ എടുത്തു ചോദിക്കുന്ന ഒരു സ്ത്രീവിരുദ്ധം എന്ന് പറയാം, ഞാൻ വല്ലതും പറഞ്ഞു പിടിപ്പിക്കും. അല്ല, അതല്ല ഞാൻ അറിയാൻ വേണ്ടി ചോദിക്കാം. അല്ല, പിന്നെ സ്ത്രീ അല്ല, പക്ഷേ പ്രസ്താവനകൾ എന്നെ ഒരു തള്ള പ്രസവിച്ചാടൂ, സ്ത്രീയല്ലേ പ്രസവിച്ചാ. എനിക്ക് 5 പെൺപിള്ളേരാ. പിന്നെ ഞാൻ സ്ത്രീവിരുദ്ധം പറയുന്നതാണ്. ഇയാൾ എന്നെ മനസ്സിലാക്കിയിട്ടാണ് എന്നെപ്പറ്റി പറയുന്നത്. ഒരു ചുക്കും എന്നെപ്പറ്റി അറിയാൻ വരാം. എൻ്റെ നാട്ടിൽ താൻ അന്വേഷിച്ച് നോക്ക്. അങ്ങനെ ഞാനൊന്നും ജനകീയനാണ്, എല്ലാ കാര്യങ്ങളിലും അങ്ങനെയാണ്. നിങ്ങളുടെ വിഷമം പറഞ്ഞാൽ, നിങ്ങൾ വിശക്കുന്നു എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഭക്ഷണം മേടിച്ച് മിനിമം തന്നില്ലെങ്കിൽ എനിക്ക് മനസ്സിന് സുഖമില്ലാത്തൊരു മനോഭാവക്കാരനാണ് ഞാൻ. ഞാൻ ആരെയും പുകഴ്ത്താൻ പറയുന്നില്ല, എൻ്റെ മനസ്സിലാ. ഒരു വിഷമം പറഞ്ഞാൽ സഹായിക്കണം. അതിൻ്റെ പോക്കറ്റിലുള്ളതിൻ്റെ ഒരു പങ്കാണെങ്കിൽ എടുത്ത് കൊടുത്ത് സഹായിച്ചിരിക്കും. ഞാനൊരു കുസൃതി ചോദ്യം ചോദിക്കട്ടെ? ഓ, എത്രയായിരിക്കും ബാങ്ക് ബാലൻസ്? എനിക്ക് ബാങ്ക് ബാലൻസ് എന്നതാ വല്ലതും 5,000 രൂപ വല്ലതും കാണുമായിരിക്കും. ഞാൻ നോക്കണം. സാർ, ഇപ്പോൾ മന്ത്രിയായിരുന്ന ഒരാളാണ്. ഒന്നുമില്ല, കാര്യമില്ല. വല്ലതും 5, 10, 50 ഏറിയ വല്ലതും 100-500 രൂപ കാണുമായിരിക്കും. അല്ലെങ്കിൽ 10,000 ആവട്ടെ, അതിൽ കൂടുതലൊന്നും എനിക്കുണ്ടാവില്ല. അതൊന്നും ഞാൻ നോക്കാറില്ല. എന്നിപ്പം അവിടെ 500 രൂപ കിടക്കുന്നതെന്നും പറഞ്ഞ് ഇത് നോക്കിക്കൊണ്ടിരിക്കും. പിന്നെ ഇപ്പം ഞാൻ ഈ പ്രവർത്തനം കൊണ്ടൊക്കെ നടന്നാൽ സഹാക്കൾ എനിക്ക് ഭക്ഷണമൊക്കെ മേടിച്ച് തരും, വണ്ടിക്ക് ഡീസൽ അടിക്കാൻ പൈസയൊക്കെ തരും, ഡീസൽ അടിച്ച് തരും. ഇപ്പോഴും ആരെങ്കിലും ഒക്കെ വാങ്ങിച്ചു തരുന്ന ഉടുപ്പൊക്കെയാണോ ഇടുന്നത്? ആ സഹാക്കന്മാർ മേടിച്ച് തരും. ആരെങ്കിലും അല്ല, ആരെങ്കിലും മേടിച്ച് തന്നാൽ മേടിക്കില്ല. ഇല്ല, വാങ്ങില്ല. ഞാൻ സ്വന്തമായി ഷർട്ടും മുണ്ടും മേടിച്ചിട്ട് ഒരുപാട് നാളായി. അതൊക്കെ ഞങ്ങളുടെ പാർട്ടി സഹാക്കൾ, എന്നെ അറിയാവുന്നവർ ഉണ്ട്, അവരെനിക്ക് ഷർട്ടും മുണ്ടും ഒക്കെ വാങ്ങിച്ചു തരും. ഞാൻ ആ സന്തോഷപൂർവ്വം സ്വീകരിക്കും.
അതേ ഉള്ളൂ. വല്ല വിദേശ യാത്ര എങ്ങാനും പോകുമ്പോഴേ അല്ലാതെ ഞാൻ വല്ല ഡ്രസ്സൊക്കെ മേടിക്കാറുള്ളൂ. ഈ ആരെങ്കിലും ഒക്കെ സഹായിക്കണമെന്ന് തോന്നുമ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടെങ്കിലും അതിൻ്റെ ഒരു പങ്ക് കൊടുക്കണം. അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ കൊടുക്കായിരുന്നു എന്ന് നമുക്ക് തോന്നുമല്ലോ. അത് ഇല്ലേ എന്നാലും പൊക്കറ്റ് തപ്പി നോക്കി ഉള്ളത് കൊടുക്കും. അല്ല, പോക്കറ്റിലല്ല, അക്കൗണ്ടിലേക്ക് നമുക്ക് നോക്കാം. അക്കൗണ്ടിലൊന്നും നോക്കാൻ അവിടെയൊന്നും ഇല്ലെന്ന്. അക്കൗണ്ടിലേ ഒന്നുമില്ല. അതൊക്കെ നമുക്ക് എന്തെങ്കിലും എനിക്ക് ശമ്പളം കിട്ടിയെന്നാലുണ്ടെങ്കിൽ വീട്ടിൽ എൻ്റെ ഒരു പങ്ക് കൊടുക്കും. ബാക്കി കൊണ്ടു നടന്ന് എൻ്റെ കൂടെയുള്ളവർക്കൊക്കെ സാപ്പാട് മേടിച്ച് കൊടുക്കും. ഞങ്ങൾ 3-4 പേരൊക്കെ കാണും. ഈ കൃഷി, പണ്ടത്തെ കൃഷി എന്നതൊക്കെ ഇനിഷ്യേറ്റീവ് എടുത്തിരുന്നത് സാറായിരുന്നു കുടുംബത്തിൽ. അതെ, അമ്മയൊപ്പം നിന്ന് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് എല്ലാവരും ഒരു സ്നേഹം കൂടുതൽ ഉണ്ടായിരുന്നിരിക്കും. ആ സമയത്ത് എങ്ങനെയായിരുന്നു ഇവരെയൊക്കെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകണം? പിന്നെ വേണ്ടേ, ഞാൻ മൂത്തവനല്ലേ, ആ മൂത്തവൻ എന്ന നിലയിൽ എൻ്റെ സഹോദരങ്ങൾ വളർന്നു വരണം, അവർ മിടുക്കരാകണം, കുടുംബത്തിൻ്റെ ഭദ്രത ഉണ്ടാവണം, അച്ഛനും അമ്മയ്ക്കും ആശ്വാസം പകരണം. ഇതെല്ലാം എൻ്റെ ബാധ്യതയാണ്. ഞാൻ അതെല്ലാം ചെയ്തിട്ടുണ്ട്, എന്നെക്കൊണ്ട് പറ്റുന്നിടത്തോളം ഒക്കെ ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ചെയ്യും. ഇപ്പം നിങ്ങൾ നാളെ വന്ന് കണ്ട് അപ്പോഴേ എനിക്ക് വീട്ടിൽ വിഷമമാണ്, ഭക്ഷണം അരി മേടിക്കാൻ കാശില്ല എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് എൻ്റെ പോക്കറ്റിലുള്ള എൻ്റെ ഒരു പങ്ക് തന്നില്ലെങ്കിൽ എനിക്ക് തീരെ വിഷമാകും. ഇല്ല, ഞാൻ എവിടെയെങ്കിലും ഉണ്ടാക്കിയെല്ലാം തരണമെന്നുള്ള മനോഭാവമാണ് എനിക്കുള്ളത്. അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ നേട്ടവും. അതുകൊണ്ട് എൻ്റെ ബാങ്ക് ബാലൻസോ കുന്തോ കുടച്ചക്രോ, ഞാൻ മന്ത്രിയായിരുന്നു, എനിക്കൊരു കുന്തവുമില്ല. പിന്നെ പെൻഷൻ കിട്ടും, MLA ഒക്കെ ആയതുകൊണ്ട്. ഇപ്പം കിട്ടും, ശമ്പളം കിട്ടി അതെല്ലാം ചിലവായി പോകുന്നു. ഞാൻ എൻ്റെ കൂടെ 3-4 പേരുണ്ട്, ഡ്രൈവർ, ഗൺമാൻ, ഞാൻ, ചിലപ്പം വേറെ ആരെങ്കിലും. ഭക്ഷണം കഴിക്കാൻ കയറിയാൽ ഞാൻ കാശ് കൊടുക്കും. അതാ. പിന്നെ പാർട്ടി സഹാക്കൾ ഇടുക്കിയിലാണെങ്കിൽ അവർ പൈസ കൊടുക്കുള്ളൂ, അവർക്ക് എന്നെ അറിയാമല്ലോ. ജില്ലാ സെക്രട്ടറി ആണെങ്കിലും ആരാണേലും അത് നമ്മളിങ്ങനെയാണ്. ഇപ്പം നിയമസഭ കൂടാൻ പോയാൽ അവിടെ എൻ്റെ കൂടെയുള്ള PA ഉണ്ട്, അഡീഷണൽ PA കാണും, ഗൺമാനുണ്ട്, ഞാനുണ്ട്, 4 പേര് 5 പേര് കണിശമായും കാണും. അവർക്കൊക്കെ ഭക്ഷണമൊക്കെ ഞാൻ മേടിച്ചു കൊടുക്കും, എൻ്റെ കയ്യിൽ ഉള്ള കാശ് മുടക്കി. അതാണ് ഈ പോപ്പുലാരിറ്റി വന്ന ഒരു നേതാവാണ്, പലതരത്തിലാണ് പോപ്പുലർ ആയിട്ടുള്ളത്. എവിടെയെങ്കിലും ചെല്ലുമ്പോൾ ആൾക്കാർ ഈ ചീപ്പ് പോപ്പുലാരിറ്റിയിലൊന്നും എനിക്ക് കാര്യമില്ല. ഞാൻ പിന്നെ പോപ്പുലറായത് ഞാൻ നടത്തിയ പ്രവർത്തനങ്ങൾ കൊണ്ടാണ്. 10-60 വർഷമായി പ്രവർത്തനം. പക്ഷെ ആ നല്ല പ്രവർത്തനങ്ങളല്ല മീഡിയയൊക്കെ ശ്രദ്ധിച്ചത്. മീഡിയ പറയുന്നത് ഞാൻ നോക്കാം. മീഡിയയിലൂടെയാണ് സാറിന് എല്ലാവരും അറിഞ്ഞത്. മീഡിയ എന്ത് മീഡിയ? ഞാനിതൊന്നും വകവയ്ക്കാറില്ല. ഇല്ല, തമാശയോടെയല്ല. ഞങ്ങൾക്ക് പത്രം എല്ലാം ഉണ്ടല്ലോ. ആവശ്യമില്ലാത്ത പത്രം ചാനലൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല. അവർ പിന്നെ വന്ന് എൻ്റെ അഭിമുഖമോ പ്രസംഗമോ ഒക്കെ ചിലപ്പോൾ എടുക്കും, അതല്ലേ ഉള്ളൂ. ആവശ്യമില്ലാത്ത ഒരു മീഡിയയ്ക്കൊന്നും ഒരു ചെവി കൊടുക്കുന്ന ഏർപ്പാടോ അവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഏർപ്പാടൊന്നും എന്നെ സംബന്ധിച്ചില്ല. പ്രവർത്തിച്ചൊക്കെ പ്രസിദ്ധി ഉണ്ടായാൽ മതി. ചുമ്മാതെ മീഡിയക്കാരന് കള്ളു മേടിച്ച് കൊടുത്തിട്ട് അവൻ്റെ എന്നിട്ട് നല്ല പേര് മണി ഇങ്ങനെ സുന്ദര പുരുഷൻ മഹാൻ എന്നും പറഞ്ഞ് എഴുതുന്നൊന്നും എനിക്ക് താല്പര്യമില്ല. നമ്മൾ ശരിക്കും പ്രവർത്തിച്ചാൽ തന്നെ വന്നോളും. അപ്പം ജനങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ഇറങ്ങി നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു എനർജി മതി, അതും മതി. അതാണ് നമ്മുടെ. അതിനിടയിൽ കാണുന്നതിനനുസരിച്ച് പ്രതികരിക്കും. ആ പ്രതികരിക്കുന്നതിൽ പരമാവധി ശരിയായി നോക്കാൻ പോകും. ചിലപ്പോൾ ചില പശുവും വരും, പശു വന്ന് അതങ്ങ് തിരിച്ച് പോകും. പക്ഷേ ഈ അടുത്ത് ഒരു വിവാദം ഉണ്ടായ വ്യക്തിപൂജ, വ്യക്തി ആരാധനയൊന്നും CPM പാർട്ടി ഒരിക്കലും പിന്തുണയ്ക്കുന്നതല്ല. അതിൻ്റെ തിട്ടൂരങ്ങൾ അല്ലല്ലോ. പക്ഷേ ഈ അടുത്ത കാലത്ത് സഖാവ് പിണറായി വിജയൻ ഏകാധിപതിയാണ്, ഇല്ലെങ്കിൽ നരേന്ദ്രമോദിയുമായിട്ട് നിങ്ങളെ പോലുള്ള ചാനലുകൾ കൊണ്ടുവന്നാണ്. ചാനലുകൾ മാത്രമല്ല, പാർട്ടിക്കുള്ളിൽ നിന്നാണ്. പാർട്ടിക്കുള്ളിൽ എവിടെ ഏത് പാർട്ടിക്കാരൻ ഒരുത്തൻ്റെ പേരിങ്ങനെ പറഞ്ഞ് അങ്ങേര് ഏകാധിപതി. അങ്ങേര് വളരെ ലളിതമായ കാര്യമാണ്, വളരെ സിമ്പിളായ പെരുമാറ്റം. എനിക്ക് വളരെ അടുത്തറിയാവുന്നല്ലേ. അങ്ങേര് സെക്രട്ടറി ആയിരുന്നപ്പം ഞാൻ ജില്ലാ സെക്രട്ടറിയാണ്. അങ്ങേര് പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നപ്പം ഞാൻ ജില്ലാ കമ്മിറ്റിയിലുണ്ട്. അങ്ങനെ വിവിധ തലത്തിൽ പ്രവർത്തിച്ചതാണ്. ഞാൻ 8 വർഷം സെക്രട്ടേറിയറ്റ് മെമ്പറായിരുന്നു. അദ്ദേഹം സെക്രട്ടറി ആയിരുന്നപ്പോഴും ഉണ്ട്. പിന്നെ അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഞാൻ 4 വർഷം മന്ത്രിയായിരുന്നു. ഇപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുമ്പം ഞാൻ MLA ആണ്. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. വളരെ സിമ്പിളാണ്. പിന്നെ ഒരുപാട് വാചാലമായൊന്നും അങ്ങനെ പറയുകയില്ല, കാര്യമാത്ര പ്രസക്തമായി സംസാരിക്കും. അങ്ങനെ രീതിക്കാരനാണ്. പക്ഷേ പറയേണ്ട കാര്യം വാചാലമായി പറയേണ്ട കാര്യം പറയുകയും ചെയ്യും.
എനിക്ക് തോന്നിയിരിക്കുന്നത്. വി എസിൻ്റെ കൂടെ പ്രവർത്തിച്ചിട്ടുണ്ടാങ്ങ്. വി എസിൻ്റെ ഒരു അടുത്ത ആളായിരുന്നു ഒരു ഘട്ടം വരെ, ഒരു മൂന്നാറിൻ്റെ ഘട്ടം. ഞാൻ എല്ലാവരുടെയും അടുത്ത ആളാണ്. പിന്നെ എൻ്റെ പാർട്ടിയിലുള്ളവരുടെ EMS, നായനാർ, VS അച്യുതാനന്ദൻ, അതിന് മുമ്പുള്ള നേതാക്കന്മാർ, അവരൊക്കെ എൻ്റെ ആരാധ്യരായ നേതാക്കന്മാരല്ലേ. അപ്പോൾ അവരുടെയൊക്കെ അവരുടെ ഒരു ആളാണ്, കീഴ്ഘടകത്തിൽ പ്രവർത്തിക്കുന്ന ആളാണ്, അവരെൻ്റെ നേതാവാണ്. അവരുടെ അതിൻ്റെ ആദരവും ബഹുമാനവും എന്നുകൊണ്ട്, അന്നുകൊണ്ട്, ഇന്നുകൊണ്ടും നാളെയും ഉണ്ടാകും. കേന്ദ്ര സർക്കാരിൻ്റെ ഈ തുടർച്ചയുണ്ട്. ഈ തുടർച്ച ഇടതുപക്ഷ പാർട്ടികളെ അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികളെ എല്ലാം ഭയപ്പെടുത്തുന്ന ഒരു തുടർച്ചയാണ്. അതെ, അതെങ്ങനെ നേരിടുമെന്നാണ്? അത് ഞങ്ങൾ ജനങ്ങളെ ബോധവൽക്കരണം നടത്തുന്നുണ്ടല്ലോ. കേന്ദ്ര ഗവൺമെൻറ് അവഗണന കാണിച്ചാൽ അത് അല്ലാതെ രാഷ്ട്രീയമായ വിദ്വേഷം വെച്ച് പെരുമാറി അതിലെല്ലാം ഇവിടുത്തെ ജനങ്ങളെ ബോധവൽക്കരണം നടത്തി ജനങ്ങളെ ഞങ്ങളുടെ കൂടെ നിർത്തും. അതിനുള്ള പ്രവർത്തനം ഞങ്ങൾ നടത്തും. ഇടയ്ക്ക് സംസാരിച്ചത് ഈ പെൺപിളെ ഒരുമയെക്കുറിച്ചുള്ള കമൻറ്റ്, അത് അങ്ങനെ തന്നെ വേണമായിരുന്നു എന്നാണ്. പിന്നെ അതെല്ലാം വളരെ കറക്റ്റാണ് പറഞ്ഞതല്ല. ഞാനൊന്നും തിരുത്തിയൊന്നുമില്ല. ഞാൻ അതിനകത്തൊന്നും വേറൊന്നും പറഞ്ഞില്ലല്ലോ. ഇനിയിപ്പോൾ അത് ചർച്ച ചെയ്യാതിരിക്കുക നല്ലത്. എന്തിനാ വിട്ടാൽ മതി. അത് അടഞ്ഞ അധ്യായമല്ലേ. എന്ത് പെമ്പിളെ ഒരുമ എന്നൊക്കെ പറഞ്ഞ് അത് പത്രക്കാരും എല്ലാവരും കൂടെ കൂടി കുറേ പോലീസും നിങ്ങളുടെ ചാനലുകാരും എല്ലാം കൂടെ കൂടി ഉണ്ടാക്കി കൊണ്ടുവന്നൊരു സംവിധാനമാണ്. അത് പൊളിഞ്ഞു പോയില്ലേ. ഇനി ഒരു പക്ഷേ അടുത്ത് മത്സരിക്കുന്നുണ്ടാവില്ല. അപ്പോൾ പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ പാർട്ടിയെ അന്നും ഇന്നും ഈ പാർട്ടിയിൽ ബ്രാഞ്ചിൽ കൂടിയ അന്ന് മുതൽ ഇപ്പം വരെ ഈ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ വേണ്ടി എനിക്ക് ചെയ്യാവുന്നതൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ഇനിയും തുടർന്നും ചെയ്യും. അല്ല, ചെറുപ്പത്തിൽ ആരോഗ്യ ഓർമ്മയെല്ലാം നിലനിൽക്കുന്നിടത്തോളം കാലം ഇതിങ്ങനെ തുടരും. അല്ല സാർ, ചെറുപ്പത്തിൽ കുറച്ചുകൂടെ അഗ്രസീവായിട്ട് നമ്മൾ ഇടപെടുമായിരുന്നു. വാ നമുക്ക് നോക്കാമെന്ന് ആ സ്റ്റൈല് മാറിയോ? അതിപ്പോൾ അങ്ങനെ അതിൻ്റെ കാര്യമില്ലല്ലോ. ഇപ്പം അതിൻ്റെ കാര്യമില്ല. അന്നാകുമ്പം ഒരുപാട് ഈ UDF കോൺഗ്രസിൻ്റെയും വലിയ ശക്തി തോർക്കുവാണ് ഞങ്ങളുടെ ജില്ല. അതിനെ നേരിട്ടാണ്. അവരില്ലാത്ത അതിക്രമം എല്ലാം നടത്തിയിട്ടുണ്ട്. അതിനെല്ലാം ഞങ്ങൾ നേരിട്ടിട്ടുമുണ്ട്. അതെല്ലാം ഇപ്പം നമ്മുടെ വിഷയമില്ലാത്തതുകൊണ്ട് നമ്മളങ്ങ് വിടുക. ഒരുപാട് പ്രശ്നം ഞങ്ങളെ അടിച്ചമർത്താൻ ഭരണാധികാരം ഉപയോഗിച്ച്, അല്ലാതെ ഗുണ്ടായിസം നടത്തി ഞങ്ങളുടെ ട്രേഡ് യൂണിയനെ അടിച്ചമർത്താൻ ഒക്കെ അവർ നോക്കിയിട്ടുണ്ട്. അതിനെല്ലാം ഞങ്ങൾ നേരിട്ടിട്ടുമുണ്ട്. നേരിട്ട് ഞങ്ങൾ അവരെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ DYFIയിലൊക്കെ വരുന്ന യുവാക്കളോട് സംസാരിക്കുന്ന സമയത്ത് സാർ ഇരുത്തം വന്ന ഒരു സംസാരമായിരിക്കുമോ? എങ്ങനെയാണ്? അങ്ങനെ വേണമല്ലോ. അങ്ങനെ വേണം. അവർ വളർന്നു വരുന്നുണ്ടല്ലേ. അപ്പം നല്ല ആശയങ്ങൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ട ബാധ്യത നമുക്കില്ലേ. അതാണ്. അപ്പോൾ സാറിൻ്റെ മുൻകാലത്തെ ആ ഊർജ്ജത്തെക്കുറിച്ചൊക്കെ അല്ലെങ്കിൽ ആ ആർജവത്തെക്കുറിച്ചൊക്കെ അവർ പറയൂ? അതൊക്കെ അവർക്കറിയാമല്ലോ. അവർക്കറിയാം. അപ്പം ഞാൻ പോട്ടെ. ഇടതുപക്ഷത്തിൻ്റെ മുന്നോട്ട് പോക്ക് എങ്ങനെയായിരിക്കും പറയൂ? കേരളത്തിൽ ഇടതുപക്ഷം ഇനിയും കൂടുതൽ ശക്തിപ്പെടണം എന്നാണ് എൻ്റെ നിലപാട്. അത് പെടും എന്നാണ് കരുതുന്നത്. ശക്തിപ്പെട്ടതുകൊണ്ടാണല്ലോ നമുക്ക് തുടർ ഗവൺമെൻറ് ഒരിക്കലും കിട്ടാത്ത തുടർ ഗവൺമെൻറ് വന്നത്. ഒന്നാം പിണറായി വിജയൻ്റെ ഗവൺമെൻറ്, ആ ഗവൺമെൻറ്റിൻ്റെ മികച്ച പ്രവർത്തനം, അന്ന് രാജ്യം നേരിട്ട പ്രതിസന്ധിയിൽ COVID-19 പോലുള്ള മഹാദുരന്തം വന്നപ്പം മറ്റൊരു സംസ്ഥാനത്തും നേരിടാത്ത നിലയിൽ ആ ഗവൺമെൻറ് ഭംഗിയായി നേരിട്ടത്. അത് ജനങ്ങൾക്ക് ബോധിച്ചുകൊണ്ടാണല്ലോ മികച്ച ഭൂരിപക്ഷം നൽകിയത്. അതുകൊണ്ട് ആ മികച്ച അഭിപ്രായം ഇനിയും നിലനിർത്തണം. ക്ഷേമപ്രവർത്തനം നടത്തണം, വാഗ്ദാനം നിറവേറ്റണം, ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനം മികച്ച നിലയിൽ മുന്നോട്ട് പോകണം എന്ന കാഴ്ചപ്പാടാണ് LDFനുള്ളത്. ഞാൻ ആ അഭിപ്രായക്കാരനുമാണ്. അടുത്ത തലമുറ നേതാക്കൾ ആരൊക്കെയാണ്? കുറച്ച് പേരുടെ പേര് പറയാൻ പറ്റും? അതൊന്നും ഞാൻ ഇപ്പോൾ പറയുന്നത് ശരിയല്ല. എൻ്റെ കാര്യമില്ല. ഇപ്പോൾ ഉണ്ടല്ലോ നേതാക്കന്മാർ. അവർ മാറേണ്ടവർ മാറും, പുതിയത് വരേണ്ടവർ വരും. അത് കാലഘട്ടത്തിൻ്റെ ആവശ്യമല്ലേ. അത് വന്നുകൊണ്ടിരിക്കും. ഞാനിപ്പോൾ അതിനോട് പ്രതികരിക്കേണ്ട കാര്യം ഇപ്പോഴില്ല.